Good afternoon. Good afternoon, ma'am. Good afternoon, miss. Good afternoon, ma'am. Good afternoon, miss. Good afternoon, all. Good afternoon. Prayer തുടങ്ങട്ടെ മാം. പറഞ്ഞോടാം. പാരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം. സതതം സഹായമർദ്ദിപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ. നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിലുമല്ല. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടർ തൻ വഴിയിലുമല്ല. പാരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു മാം. Signing and thought of the day. Miss signing പറയട്ടെ. പറഞ്ഞോടാം. Good afternoon, all. First of all, I would like to welcome our teacher, Aparna Miss, to the class session. I especially welcome all of you. Thank you all for joining us here today's class. Get ready for a memorable time and great experience. Thought of the day. Good afternoon, ma'am. Thought of the day. Try not to become a man of success, but rather try to become a man of value. Albert Einstein. വിജയമുള്ള ഒരാളാകാൻ ശ്രമിക്കരുത്, മറിച്ച് മൂല്യമുള്ള ഒരാളാകാൻ ശ്രമിക്കുക. താങ്ക് യു. Okay. നമ്മള് പറഞ്ഞോ മഞ്ജു. ആക്ഷൻ സോങ്. ഓക്കേടാ. ആകാശത്തൊരു മുത്തശ്ശി, അമ്പിളി മുത്തശ്ശി, പല്ലില്ലാത്തൊരു മുത്തശ്ശി, പാവം മുത്തശ്ശി. ആകാശത്തൊരു മുത്തശ്ശി, അമ്പിളി മുത്തശ്ശി, പല്ലില്ലാത്തൊരു മുത്തശ്ശി, പാവം മുത്തശ്ശി. മുത്തശ്ശിയൊന്നു ചിരിച്ചാലോ മാനത്താകെ പൂനിലാവ്, മുത്തശ്ശിയൊന്നു കരഞ്ഞാലോ മാനത്താകെ കാർമേഘം. മുത്തശ്ശിയൊന്നു ചിരിച്ചാലോ മാനത്താകെ പൂനിലാവ്, മുത്തശ്ശിയൊന്നു കരഞ്ഞാലോ മാനത്താകെ കാർമേഘം. മുത്തശ്ശി അമ്മയ്ക്ക് കുഞ്ഞുമക്കളായി 1000 കാന്താരി പൂത്തിറങ്ങി, മുത്തശ്ശി അമ്മയ്ക്ക് കൂട്ടുകൂടാനായി 1000 കാന്താരി പൂത്തിറങ്ങി. ആകാശത്തൊരു മുത്തശ്ശി, അമ്പിളി മുത്തശ്ശി, പല്ലില്ലാത്തൊരു മുത്തശ്ശി, പാവം മുത്തശ്ശി. താങ്ക് യു. നന്നായിട്ടുള്ള മഞ്ജു. ഓക്കെ. നമ്മൾ ലാസ്റ്റ് ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തോണ്ടിരുന്നേ? സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണോ? യെസ് മാം. അതില് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റിയും സെപ്പറേഷൻ ആൻസൈറ്റിയും കഴിഞ്ഞു. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ് അതെടുത്തോ? അതാണ് എടുത്തോണ്ടിരുന്നത് ഫാക്ടേഴ്സ്. അത് കംപ്ലീറ്റ് ആക്കിയില്ലേ? ഇനി റോൾ ഓഫ് ദ ടീച്ചർ ആണ് കേട്ടോ.
ഇനി ഇമോഷണൽ ഡെവലപ്മെന്റ് ടീച്ചേഴ്സിന് എന്തെല്ലാം റോളുകൾ നോക്കാം എന്നുള്ളതാണ് പറയുന്നത്. ആരെങ്കിലും ആ പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആരാ റീഡ് ചെയ്യുന്നേ? Read it, ma'am. Role of the teacher. First of all, physical weakness, deformities, illness, etc., if any, should be recognized at the time of school entrance, and medical aid should be made available for their children. Second, teacher should. ഓരോ പോയിന്റ് പറഞ്ഞു പോവാം. Okay. കുട്ടികൾക്ക് ഫിസിക്കൽ വീക്ക്നെസ്സോ എന്തെങ്കിലും വൈകല്യങ്ങളോ അസുഖങ്ങളോ ഉണ്ടോ എന്ന് നമ്മൾ സ്കൂൾ ഗേറ്റ് അല്ലെങ്കിൽ എൻട്രൻസിന്റെ സമയത്ത് തന്നെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ടീച്ചേഴ്സ് അത് മനസ്സിലാക്കണം. എന്നിട്ട് അവർക്ക് വേണ്ട മെഡിക്കൽ എയ്ഡ്സുകൾ ആവശ്യമായിരിക്കും. ചില കുട്ടികൾക്ക് വീൽ ചെയർ ആവശ്യമായിരിക്കും, ചില കുട്ടികൾക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, സോ സ്റ്റെയർ ആവശ്യമായിരിക്കും. സോ എന്താണോ അവർക്ക് വേണ്ട മെഡിക്കൽ എയ്ഡ് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പോയിന്റ് സഞ്ജന. Second, teacher should try to find active cooperation of the parents in making the atmosphere of the home suitable for active emotional development. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലിയിൽ പോസിറ്റീവ് എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം, പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ പാരന്റ്സിനോടൊപ്പം കോപ്പറേഷനോട് കൂടി തന്നെ അവരോട് പാരന്റ്സിന്റെ സഹകരണത്തോട് കൂടി തന്നെ ടീച്ചേഴ്സ് നമ്മുടെ വീടുകളിൽ കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാനും നല്ലൊരു ഇമോഷണൽ ഡെവലപ്മെന്റ്, ഒരു ആക്റ്റീവ് ഇമോഷണൽ ഡെവലപ്മെന്റ്, കുട്ടികൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷണൽ ഡെവലപ്മെന്റ് വേറൊരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാൻ ടീച്ചേഴ്സ് മുൻകൈ എടുക്കണം. നെക്സ്റ്റ് Third one, the interpersonal relationship in the school should be such that it should provide emotional security and a sense of belongingness to children. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് സ്കൂളായിട്ട്. നമ്മൾ വീട് കഴിഞ്ഞാൽ കുട്ടികളെ ഇപ്പൊ സേഫ് ആണ് പറയുന്ന പ്ലേസ് എവിടെയാണ്? ഒരു സ്കൂളുകളാണ് അല്ലെ? അപ്പൊ ആ ഒരു സേഫ്റ്റി നമ്മൾ സെക്യൂരിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ സെൻസ് ഓഫ് ബിലോങ്നെസ് ടു ചിൽഡ്രൻസ്. നമ്മള് ഇവിടെ നമ്മളുടെ സ്കൂളിൽ നീഡ് നമുക്ക് ഈ കുട്ടീനെ എന്തുണ്ട്, നമ്മുടെ ഈ കുട്ടി ഈ സ്കൂളിന്റെ തന്നെ ഒരു പാർട്ടാണ് എന്നൊരു ബിലോങ്നെസ് കൂടി ഈ കുട്ടികളിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നുവെച്ചാല് എല്ലാവരും എന്താണ് വെൽക്കംഡ് ആണ് അല്ലെങ്കിൽ വാല്യൂഡ് ആണ് എന്നുള്ളൊരു തോന്നൽ കുട്ടികൾ ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ്. Fourth one, provide diversified co-curricular activities. സഞ്ജന, Ma'am. ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? No, miss. കേൾക്കാം. Okay, ma'am. ആ കേൾക്കാലോ, ഒന്നുകൂടി പറഞ്ഞോട്ടെ, എനിക്ക് കേൾക്കാൻ പറ്റാന്ന് തോന്നുന്നു. Provide diversified co-curricular activities for the full expression and outlet of pent-up emotional energies. സോ നമ്മൾ കുറച്ചും കൂടി co-curricular activities കുറച്ചും കൂടി ഡൈവേഴ്സിഫൈഡ് ആക്കണം. കുട്ടികളിൽ അത് കൂടുതൽ ചില എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ കുട്ടികളിൽ ഈ ഇമോഷണൽ എനർജീസ് ബിൽഡ് ചെയ്യാനൊക്കെ കാരണമാകുന്നുണ്ട്. അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കുട്ടികളിൽ കുറച്ചും കൂടി എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. സോ അവർക്ക് ഒരു ഗെയിം ഫെയിൽ ആകുമ്പോൾ ഫെയിലിയർ ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ഗെയിമുകളിൽ നിന്ന് തന്നെ അവർ പഠിക്കും. സോ അവർ അക്സെപ്റ്റഡ് ആവും. നെക്സ്റ്റ് പോയിന്റ്. Fifth one, adopt dynamic, progressive, child-centered methods of teaching. നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ സ്വീകരിക്കേണ്ടത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള പ്രോഗ്രസീവ് ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. കുട്ടികളെ എന്ത് ചെയ്തിട്ട് സെന്റർ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ടീച്ചിങ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. നമ്മൾ മോണ്ടിസോറിയിൽ അങ്ങനെയാണ്. നമ്മൾ ലെക്ചർ ക്ലാസ്സിനേക്കാളും കൂടുതൽ കുട്ടികളെ കൊണ്ടാണ് ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യിക്കുന്നത്. ഓരോ മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അവരെ കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ നമ്മള് നമ്മളിങ്ങനെ പറഞ്ഞ് അവരോട് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ സോ ദേ ആർ ട്രെയിൻഡ് ആണ്, അവർ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ട്രെയിൻഡ് ആയിട്ട് മാറും. നെക്സ്റ്റ് The children
should get desired love and sympathy from the teachers. ഓക്കെ, ടീച്ചേഴ്സ് നല്ല ലവ് ആയിട്ടും നല്ല സിമ്പതിയോട് കൂടി ആയിരിക്കണം നമ്മൾ കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട്. നിങ്ങളിനി എന്താ പറയാ കോഴ്സ് ഒക്കെ കഴിഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ നമ്മള് നല്ല സ്നേഹത്തോട് തന്നെ ആയിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതാ പ്രശ്നം എന്നറിയാവോ, നമ്മൾ ആ ഒരു ടീച്ചർ നമ്മളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയത്തോട് ദേഷ്യം കാണിക്കും. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയായിരിക്കും, മാത്സ് ടീച്ചർ ആയിരിക്കും നമ്മൾ അടിക്കുകയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ വഴക്കൊക്കെ പറയും. സോ നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ഏതായിട്ട് മാറും, മാത്സ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ടീച്ചേഴ്സ് നല്ല സ്നേഹത്തോടു കൂടി നല്ല സിമ്പത്തറ്റിക് ആയിട്ട് വേണം നമ്മൾ ഓരോ ടീച്ചേഴ്സും പെരുമാറുന്നത്. അല്ലാതെ വടിയൊന്നും എടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് അടിച്ചൊന്നും നന്നാക്കണ്ട കേട്ടോ. അല്ല അടിക്കുക അങ്ങനെ അവരെ ഇത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അവരെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുക. വർക്ക് ചെയ്യുന്നതിലൂടെ അവര് എന്തായിട്ട് മാറും, നോർമലൈസ്ഡ് ആയിട്ട് മാറും. അവര് നല്ല ഡിസിപ്ലിൻ ഉള്ള കുട്ടികളായിട്ട് മാറിക്കോളും. ഓക്കെ, നെക്സ്റ്റ് കേട്ടോ. Emotions are caught, they are not taught. നമ്മള് ഇമോഷൻസ് അവരെ നമ്മൾ പഠിപ്പിക്കുകയല്ല വേണ്ടത്, അത് അവരവിടെ പ്രകടിപ്പിക്കുകയാണ്. ടോട്ടലി അത് വികാരങ്ങളും അവർ കണ്ടിരിക്കുകയാണ്. അവര് തോട്ടാണ്, നോട്ട് തോട്ട്. നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതല്ല വികാരം, അവരെന്താണോ പ്രകടിപ്പിക്കുന്നത് അതാണ്. നെക്സ്റ്റ് പോയിന്റ്, Provide moral education to all groups and sex education to adolescents that will help them to attain emotional balance and tolerance. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മൾ ടീച്ചേഴ്സ് ആണ് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ, മോറൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. അഡോളസന്റ് എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് എല്ലാവർക്കും ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച് എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിലെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നും പേപ്പറിൽ വായിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഇൻസിഡന്റ് നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പോ ആ ഒരു പ്രശ്നങ്ങൾ കുട്ടികളുടെ ചെറുപ്പത്തിൽ നമ്മളൊരു 3 വയസ്സ് മുതൽ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ എഡ്യൂക്കേഷൻസ് എങ്ങനെയാണ് ബാഡ് ടച്ച്, എങ്ങനെയാണ് ഗുഡ് ടച്ച് എന്നുള്ളതൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ പറഞ്ഞു കൊടുക്കാതെ അവർക്ക് ഇഷ്ടത്തിന് വിട അല്ല വേണ്ടത്. നമ്മൾ അവർക്ക് പറഞ്ഞ് വ്യക്തമായി കൊടുക്കണം. എവിടെയാണ് നോ പറയേണ്ടതെന്ന് അവർക്ക് നമ്മൾ തന്നെ പഠിപ്പിക്കണം. അവരെ ബാഡ് ആയിട്ട് ഒരാൾ ടച്ച് ചെയ്താൽ നോ എന്ന് പറയാനായിട്ട് അവർക്ക് കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യണം. അപ്പൊ ബാഡ് ടച്ച് എന്ത്, ഗുഡ് ടച്ച് എന്നുള്ള ഡിഫറൻസ് കുട്ടികളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. സോ അതിന്റെ ഉത്തരവാദിത്തം ടീച്ചർ പാരന്റ്സിനുണ്ട്. ആ ഉത്തരവാദിത്തം കൂടാതെ നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ് നമ്മളുടെ കുട്ടികളെല്ലാവർക്കും ഇതിനെ കുറിച്ച് വ്യക്തമായി അറിയാം എന്നുള്ളത്. ഇത് ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് വ്യക്തമായി പണ്ടത്തെ ആൾക്കാരൊന്നും പറഞ്ഞു കൊടുത്തിരുന്നില്ല. പക്ഷെ ഇത് വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം അഡോൾസന്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പിടിച്ചാൽ കിട്ടാത്ത പ്രായമാണ്. എന്തൊക്കെയാ ചെയ്യണത് അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയും പല കാര്യങ്ങളായിരിക്കും. സോ ഈ ഇമോഷണൽ ഇംബാലൻസ് ആയിരിക്കും അവർക്ക് ആ ഒരു ഏജിൽ ഉണ്ടാകുന്നത്. സോ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഈ സമയത്ത് തോന്നുന്ന ഇഷ്ടങ്ങളും ക്രഷുകളൊക്കെ യഥാർത്ഥ പ്രണയമൊന്നുമല്ല. ഇതെല്ലാം ഈ സമയത്ത് തോന്നണം. കാരണം എന്താണ്, നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് വരുന്നത് മൂലം നിങ്ങൾക്ക് ഇത് തോന്നേണ്ടതാണ്. ഈ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം പിന്നെയും ഉണ്ടെങ്കിൽ ഒരു 3-4 നിങ്ങൾ നല്ല രീതിയിൽ സെക്സിലേക്ക് ആവുമ്പോൾ ഇതേ ഇഷ്ടം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് ആലോചിക്കാം. അല്ലെങ്കിൽ അത് എന്താണ് ഇൻഫാക്ച്വേഷൻ ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ക്രഷ് ഒക്കെ തോന്നുന്നത് നോർമൽ ആണ്. പക്ഷെ അഡോളസന്റ് ഏജിൽ ഒരുപാട് തെറ്റുകളിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളത് ശ്രദ്ധിക്കണം. എല്ലാവരും പോയിന്റ് ഒന്ന് വായിച്ചേ, ഈ 8 പോയിന്റ് ഒന്ന് വായിച്ചേ.
റീഡ് ചെയ്തോ? ഓക്കെ, നമ്മള് എടുത്തത് ഏതായിരുന്നു? ചാപ്റ്റർ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഇതിലെ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ കവർ ചെയ്തത്. ഈ ചാപ്റ്ററിലെ ഇമോഷണൽ ഡെവലപ്മെന്റ് വരെ എന്താ പറയാ റോൾ ഓഫ് ഹിസ്റ്ററി വരെ ഒന്ന് ഓവറോൾ ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്ത് നോക്കി എല്ലാവരും ഇമോഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി സോഷ്യൽ ഡെവലപ്മെന്റിലേക്കാണ് നമ്മൾ മൂവ് ആക്കുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയും. സോഷ്യൽ ഡെവലപ്മെന്റിന്റെ മറ്റൊരു നെയിമാണ് എന്ത്? സോഷ്യലൈസേഷൻ. നമ്മുടെ സൊസൈറ്റിക്ക് ആക്ട് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽസിനെ ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിനുമാണ് ഉള്ളത്. നമ്മുടെ സൊസൈറ്റിക്ക് ആക്ട് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ യങ്ങർ ജനറേഷനെ ബിൽഡ് ചെയ്യുന്ന ഉത്തരവാദിത്തം നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും ഹാൻഡിലാണ് ഉള്ളത്. സോ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ സോഷ്യലൈസേഷന്റെ ഡെഫിനേഷൻ തന്നിട്ടില്ല, എന്നാൽ നമുക്ക് സോഷ്യലൈസേഷന്റെ ഡെഫിനേഷൻ ഒന്ന് എഴുതാം. ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കുക, എന്നാൽ നിങ്ങൾ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് എന്താണ് സോഷ്യലൈസേഷൻ ഉള്ളത്. ഓക്കെ, social development or socialization. Social development or socialization implies the development. ഇപ്പൊ പറഞ്ഞതൊന്നുകൂടെ പറയാവോ? സോഷ്യലൈസേഷൻ കഴിഞ്ഞു. Social development or socialization implies the development of an individual
an individual in such a way as he becomes a ഞാൻ ടൈപ്പ് ചെയ്തിട്ട് പറയാട്ടോ a useful member of society or group. നോക്കാം, ഞാൻ റീഡ് ചെയ്യാം. സ്പീഡിലാണ് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. Social development or socialization implies the development of an individual. ഓരോ ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ പറയുന്നത്. എങ്ങനെയുള്ള ഡെവലപ്മെന്റ്? ഇൻ സച്ച് വേ ആസ് ഹി ബിക്കേം എ യൂസ്ഫുൾ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു യൂസ്ഫുൾ മെമ്പർ അല്ലെങ്കിൽ ഗ്രൂപ്പിലേക്ക് നല്ലൊരു യൂസ്ഫുൾ മെമ്പർ ആകുക എന്നുള്ളതാണ് എന്തിൽ വരുന്നത്? സോഷ്യലൈസേഷനിൽ വരുന്നത്. ഓക്കെ, എല്ലാവരും കാണുന്നതുള്ള മെസ്സേജ് എഴുതിയെടുക്കാട്ടോ. എഴുതി കഴിഞ്ഞു എല്ലാവരും? സാമൂഹ്യവൽക്കരണം അല്ലെങ്കിൽ സാമൂഹ്യ വികസനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സമൂഹത്തിലോ ഗ്രൂപ്പിലോ ഉപയോഗപ്രദമായ ഒരു അംഗമായി മാറുന്നതിന് ഉള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ പറഞ്ഞാല്. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്യണം. അതേപോലെ സൊസൈറ്റിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിച്ചു പോരാനായിട്ട്. സോ ഇതാണ് എന്ത് പറയുന്നത്? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തി സോഷ്യലബിൾ ആകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നോക്കാം. ഒരു മിനിറ്റ്, എല്ലാവരും എഴുതിയെടുത്തല്ലോ. സോഷ്യൽ ഡെവലപ്മെന്റ് മീൻസ് അറ്റൈനിങ് ഓഫ് ദ മെച്യൂരിറ്റി ഇൻ സോഷ്യൽ സെറ്റിംഗ്സ്. നമ്മൾ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ സെറ്റിംഗ്സിൽ നമുക്ക് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാൻ എങ്ങനെയാണ് ഒരു വ്യക്തി സമൂഹത്തിൽ പെരുമാറേണ്ടത്, മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണം, ഹെൽപ്പിംഗ് മെന്റാലിറ്റി, അതേപോലെ എങ്ങനെ സോഷ്യലബിൾ ആവണം, ഒരാളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ സാമൂഹ്യ വികസനത്തിൽ വരുന്നുണ്ട്, വൽക്കരണത്തിൽ വരുന്നുണ്ട്. അറ്റ് ബർത്ത് നമ്മൾ സോഷ്യലബിൾ ആണോ? നമ്മൾ ജനിക്കുമ്പോ തന്നെ സോഷ്യലബിൾ ആണോ? ഒരാള് ജനിക്കുമ്പോ തന്നെ സോഷ്യലബിൾ ആണോ? അല്ല. കാരണം എന്താണ്? കുട്ടികൾ ജനിക്കുമ്പോ സോഷ്യലബിൾ അല്ല. ഇൻഫന്റ് എന്ന് പറയുന്നത് ബർത്ത് സോഷ്യലബിൾ അല്ല. ഓക്കെ, പിന്നീടാണ് ഈ സോഷ്യലൈസേഷൻ അവരിൽ സംഭവിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 ആഴ്ചയൊക്കെ കഴിഞ്ഞ് തുടങ്ങുമ്പോ ഒരു ട്രൂ സ്മൈല് വരും, ഒരു ചിരി വരും. കുഞ്ഞി കുട്ടികള് ജനിച്ച് ഒരു 6 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഒന്ന് ചിരിച്ചു തുടങ്ങും. അവിടെ നിന്നാണ് ആ സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ആകുന്നത്. അവൻ കോമൺ ആയിട്ട് കാണുന്നത് ആരെയാണ്? അമ്മനെ ആയിരിക്കും. സോ അങ്ങനെ കാണുമ്പോ അവരെന്ത് ചെയ്യും? ചിരിച്ച് തുടങ്ങും. അപ്പൊ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയെ കാണുമ്പോ അവൻ എന്ത് ചെയ്യും? ചിരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് അവരിൽ എന്ത് വരുന്നത്? സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് ട്രൂ സ്മൈലിലൂടെയാണ് കുട്ടികളിൽ സോഷ്യലൈസേഷൻ സംഭവിക്കുന്നത്. പിന്നെ അവൻ ഒരു 2 മുതൽ 3 മാസമൊക്കെ ആവുമ്പോൾ അവൻ എന്താ പറയാ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. കോമൺ ആയിട്ട് കണ്ടുവരുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. അമ്മേനെ ആയിരിക്കും, ചിലപ്പോൾ അച്ഛന്മാരെ ആയിരിക്കും. ഇതേപോലെ അമ്മനെ കാണാണ്ടാവുമ്പോ ഒരു സെപ്പറേറ്റ് ഒരു എന്താ പറയാ ഒരു ഫീലിംഗ് ഉണ്ടാവും. എന്ത് സെപ്പറേഷൻ അവർ ഫീൽ ചെയ്യുന്നത്? എന്ത് ആൻസൈറ്റി അവർ കാണുന്നത്? അമ്മേനെ കുറെ നേരം കാണാണ്ടാവുമ്പോ സങ്കടം, അൺഹാപ്പി ഫീൽ ചെയ്യും. സങ്കടം ഫീൽ ചെയ്യും, അൺഹാപ്പി ആയിരിക്കും. എന്ത് ആൻസൈറ്റി ആണ് അമ്മേനെ കാണാണ്ടാവുമ്പോ കുട്ടികൾ ഫീൽ ചെയ്യുന്നത്?
Separation anxiety. സെപ്പറേഷൻ ആൻസൈറ്റി ആണ്. അവർ 2 മാസം മുതൽ 3 മാസം വരെ 3 മാസം കഴിയുമ്പോഴേക്കും സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്ത് തുടങ്ങും. ഇപ്പൊ 2 മാസമൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഒന്ന് കുട്ടീനെ ഉറക്കി അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ ഏൽപ്പിച്ച് ഒന്ന് മാറി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാറിക്കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരിക്കും. അവരുടെ അമ്മനെ കാണുന്നവരെയും ഭയങ്കര കരച്ചിലായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ആ സെപ്പറേഷൻ ആൻസൈറ്റി അവരെ ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു പ്രശ്നം വരുന്നത്. ദെൻ ഒരു 4 to 5 months ആകുമ്പോൾ അവര് ഒരു വോയിസ്, അതായത് തോട്ടിൽ നിന്ന് ഒരു പ്രത്യേക വോയിസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. നമുക്കുള്ള രീതിയിൽ ഒരു ആംഗ്രി വോയിസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഒരു 4 to 5 months ഒക്കെ ആവുമ്പോഴേട്ടാ. അത് കഴിഞ്ഞ് കുട്ടികൾ ഒരു 6 to 7 months ആവുമ്പോൾ അവർ ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും തിരിച്ചറിയാൻ തുടങ്ങും. ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും തിരിച്ചറിയാൻ തുടങ്ങും. കോമൺ ആയിട്ട് അവർ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ ഫ്രണ്ട്സ്, അല്ലാത്തവരെ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ അല്ലാതെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവർ നമ്മൾ എന്ത് പറയുന്നു? ഫ്രണ്ട്സ് എന്ന് പറയുന്നു. കാണാത്ത ആൾക്കാരെ നമ്മൾ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നു. സോ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? സ്ട്രേഞ്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാല് കരയും. അമ്മയുടെ അടുത്ത് പോയിട്ട് ഒളിച്ചു നിൽക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ സ്ട്രേഞ്ചർ കുറച്ചു നേരം നമ്മളൊപ്പം സ്പെൻഡ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്ത് തുടങ്ങും? മിങ്കിൾ ചെയ്ത് തുടങ്ങും. ഒരു 1 day or 2 day ഒക്കെ നമ്മളൊപ്പം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവൻ കുറച്ചും കൂടി ആളായിട്ട് ഫ്രണ്ട് ആകും. അവൻ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെയാണ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ പാരന്റ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഗൾഫിലാണ്, ഫാദർ ഗൾഫിലാണ്. അപ്പൊ കുട്ടീനെ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ആദ്യം വരുമ്പോ തന്നെ കുട്ടിയുടെ അടുത്തേക്കൊന്നും പോകില്ല. അവൻ ആദ്യം കാണുന്ന തന്നെ സ്ട്രേഞ്ചർ ആയിട്ടായിരിക്കും അവൻ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നീട് സ്ഥിരമായിട്ട് അവൻ അച്ഛനെ കാണുമ്പോൾ അവൻ ആ ഒരു പേടി മാറി അവൻ എന്ത് ചെയ്യും? അടുത്തേക്ക് പോകാനൊക്കെ തുടങ്ങും. ഓക്കെ, ഒരു 8 to 9 months ബേബി ട്രൈ ടു സ്പീച്ച്, സംസാരിക്കാനായിട്ട് തുടങ്ങും. എന്ത് ചെയ്യാൻ തുടങ്ങും? സംസാരിക്കാനായിട്ട്, സ്പീച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. ചിലപ്പോ ഒരു അക്ഷരമൊക്കെ ആയിരിക്കും പറയുന്നത്. എന്ന് വെച്ചാല് സാധാരണ ചിലപ്പോ ബാപ്പ അല്ലെങ്കിൽ പാപ്പ അങ്ങനെ ഓരോ അക്ഷരങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്? പറഞ്ഞു തുടങ്ങുന്നത്. ഓക്കെ, ചിലപ്പോ അത് കഴിയുമ്പോൾ അവര് കൂട്ടിയിട്ട് സെന്റൻസ് ഒക്കെ പറയും. എന്റെ ഒരു കാര്യം പറയാം, എക്സ്പീരിയൻസ് പറയാം. 8 to 9 months എനിക്ക് ഓർമ്മയുണ്ട് എന്റെ മോള് സംസാരിച്ചു തുടങ്ങുന്നത്. നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് ഒരു 0 to 12 months എന്ന് പറയുന്നത്. കുട്ടികളുടെ വളർച്ചയിലേക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം പീരീഡ് ആണ്. സോ ഞാൻ ആ സമയത്ത് 8 to 9 months ആൾ സംസാരിക്കില്ല, ഒരു അക്ഷരം പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ആ അക്ഷരം ച എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ച എന്താണ്? ച എന്നാ പറയുന്നുള്ളൂ, വേറൊരു വേർഡും പറയുന്നില്ല, ച എന്ന് മാത്രമേ പറയുള്ളൂ. ച പറഞ്ഞ് ഒരു 10 months ഒക്കെ ആയപ്പോഴേക്കും ആ ച മാറി അച്ചാന്നായി. ആ ച എന്ന് പറയുന്നത് മാറിയിട്ട് എന്തായിട്ട് മാറി? അച്ചാന്നായിട്ട് മാറി. ഓക്കെ, ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് വേർഡ് അമ്മ എന്ന് പറയും. അവൾ പറഞ്ഞില്ല കേട്ടോ. ആദ്യം അച്ഛാന്ന് പറഞ്ഞു, പിന്നെ അച്ചച്ചാന്ന് പറഞ്ഞു, പിന്നെ ചാച്ചാന്ന് പറഞ്ഞു, പിന്നെ മേമാന്ന് പറഞ്ഞു. മേമാന്ന് വരെയും പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു അമ്മമ്മ പറഞ്ഞു തോന്നുന്നുണ്ട്. ഇല്ല, അമ്മ പറഞ്ഞില്ല. അമ്മ പറയാനും അമ്മമ്മ പറയാനും ഒത്തിരി ലേറ്റ് ആയിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു 1.5 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്. ഒത്തിരി ലേറ്റ് ആണ്. നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ അമ്മ എന്ന് പറയുന്നത്. ഞാൻ കുറെ ട്രെയിൻ ചെയ്തൊക്കെ നോക്കി അമ്മ പറയാനായിരുന്നു. പക്ഷെ ആള് എന്താ പറയാ സമ്മതിച്ചില്ല. ആള് പറഞ്ഞത് ചായയാണ് പറഞ്ഞത്. ആദ്യം പേര് ഉച്ചാന്നായി മാറി. നിങ്ങളില് കുട്ടികളുള്ളവരൊന്നും ആലോചിച്ചു നോക്കുക. ആ സമയത്ത് അവർ ഏത് അക്ഷരമാണ് പറഞ്ഞത്, എന്നിട്ട് അത് ഏത് വേർഡ് ആയിട്ടാണ് മാറിയത്. സോ നമ്മൾ ചിലപ്പോ അങ്ങനെ കോമൺ ആയിട്ട് സംസാരിക്കുമ്പോൾ പാ എന്നാണ് പറയുന്നത്. പപ്പ എന്നാണെങ്കിൽ ചിലപ്പോ പാന്നായിരിക്കും പറയുന്നത്. അമ്മ എന്നാണെങ്കിൽ മാ എന്നായിരിക്കും പറയുന്നത്. ഓരോ കുട്ടികളിലും ഡിഫറെന്റ്. ഓക്കെ, അത് എന്ത് ചെയ്യാൻ തുടങ്ങും? ബേബി ട്രൈ ടു ഇമിറ്റേറ്റ് സ്പീച്ച്. നമ്മൾ എന്താണോ പറയുന്നത് അത് തിരിച്ച് പറയാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മള് ജസ്റ്റ് ഒക്കെ കാണിക്കൂല, ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കാണിക്കില്ല. ഹൈഡ് ആൻഡ് സീക്ക് നല്ലൊരു ആക്ടിവിറ്റി ആണ് ഹൈഡ് ആൻഡ് സീക്ക് ചെയ്യുന്നത്. നമ്മൾ ഒളിച്ച് കണ്ടെന്നൊക്കെ പറഞ്ഞ് കളിക്കില്ല, അതേപോലെ ചെയ്യുമ്പോൾ അവര് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അവര് നമ്മളിപ്പോ ഹൈഡ് ചെയ്യുമ്പോൾ അവര് ഒന്നും സംസാരിക്കില്ല. നമ്മള് എന്ത് ചെയ്യുമ്പോ കണ്ടെന്ന് പറയുമ്പോഴേക്കും അവര് ഭയങ്കരമായിട്ട് ചിരിച്ച് നമ്മളുടെ അടുത്ത് വരും. പിന്നെ സിമ്പിൾ ടു ആക്ട് ഫോർ അതേഴ്സ്. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതിനനുസരിച്ച് അവര് റിയാക്ട് ചെയ്ത് തുടങ്ങും. ഇതൊക്കെ സോഷ്യലൈസേഷന്റെ പ്രോസസ് ആണ്. ദെൻ 12 months ആക്കുമ്പോഴേക്കും ബേബി റിയാക്ട് ടു വാർണിംഗ്സ് ലൈക്ക് നോനോ. എങ്ങനെ പറയാൻ തുടങ്ങും? നോനോ പറയാൻ തുടങ്ങും. എന്റെ കുട്ടി പറഞ്ഞപ്പോഴേക്കും ഫുഡ് കൊടുക്കുമ്പോൾ മാത്രമാണ് നോനോ
നോനോ. വേറെ ഒരു കാര്യത്തിന് നോനോ പറഞ്ഞു കേട്ടില്ല. ഫുഡിന്റെ കാര്യം വരുമ്പോ അപ്പൊ പറയും നോനോ നോനോ. ഓക്കെ, അപ്പൊ ഈ ടൈമില് ആണ് ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. സോഷ്യലൈസേഷൻ ഡ്യൂറിങ് ഇൻഫൻസി ആണ് പറഞ്ഞത്. ജനിക്കുമ്പോൾ കുട്ടി സോഷ്യലബിൾ അല്ല. 6 വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും കുട്ടി അപ്രോച്ച് സ്മൈല് എന്ത് ചെയ്യാൻ തുടങ്ങും, റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് ബിഗിനിങ് ഓഫ് സോഷ്യലൈസേഷന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. ഓക്കെ കേട്ടാ, ഒന്ന് റീഡ് ചെയ്തേ. ആരെങ്കിലും ഒരാൾ വായിക്കാം കേട്ടാ ഒരു പോയിന്റ്സ്. Social development during infancy. First point, at birth, infants are no sociable. Second point, at around the age of 6 weeks, a true social smile in response to a person appears, and this is considered as the beginning of socialization. Third point, 2 to 3 months, infants can identify people from intimate objects, organize its mother, and are unhappy, no separation. Fourth point, 4 to 5 months, they react differently to scolding and to smiling faces and to friendly and to angry voice. Fifth point, 6 to 7 months, babies distinction between friends and strangers by smiling at the former and showing ear in the presence of the latter. Sixth point, 8 to 9 months, baby try to imitate to speech, gesture and smile acts of others. Seventh point, 12 months, the baby കുഴപ്പമില്ല കേട്ടാ. ഞാൻ വായിക്കാം. നമ്മൾ പറഞ്ഞത് 6 to 7 months വരെ ആള് പറഞ്ഞു സ്ട്രേഞ്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ബൈ സ്മൈലിംഗ് അറ്റ് ദ ഫോർമർ, മുമ്പ് കണ്ടിട്ടുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, സ്മൈൽ ചെയ്യും. ഷോയിങ് ദ ഇയർ ഇൻ ദ പ്രസൻസ് ഓഫ് ലേറ്റ്, പിന്നെ കാണുമ്പോൾ കുറച്ചും കൂടി കമ്പനിയൊക്കെ ആവും. 8 to 6 monthsലേക്ക് അവര് ബേബി ട്രൈ ടു imitate speech, gestures and symbols to act for others. 12 months ആവുമ്പോഴേക്കും ബേബി റിയാക്ട് ടു വാർണിംഗ്സ് ലൈക്ക് നോ നോ. അപ്പൊ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പോർഷനിൽ, സോഷ്യൽ ഡെവലപ്മെന്റൽ പോർഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴാണ് ചിലപ്പോ അറ്റ് ബർത്ത് ഇൻഫൻസ് ആണ് ഡാഷ് സോഷ്യലബിൾ എന്നുണ്ടാവും, നോൺ സോഷ്യലബിൾ എന്നുണ്ടാവും. സോ നമ്മളത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ദെൻ 6 വീക്സിൽ എന്താണ് ബിഗിനിങ് ഓഫ് സോഷ്യലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സോഷ്യൽ സ്മൈൽ ആണ് എന്ത് സോഷ്യലൈസേഷൻ ബിഗിനിങ്. ഇനി ഇൻഫന്റ് 2 to 3 months ഇൻഫന്റ് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും, പീപ്പിൾസിനെയും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയും ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. അവൻ അവന്റെ അമ്മേനെ തിരിച്ചറിഞ്ഞു തുടങ്ങും. 3 മാസമൊക്കെ ആവുമ്പോഴേക്കും അമ്മേനെ തിരിച്ചറിഞ്ഞു തുടങ്ങും. പിന്നെ ആ അൺഹാപ്പി ഓൺ സെപ്പറേഷന്റെ സമയത്ത്, സെപ്പറേറ്റ് ആയിരിക്കുന്ന സമയത്ത് അവര് എന്താണ് അൺഹാപ്പി, വിഷമം അവർക്ക് അത് മനസ്സിലാകും. പിന്നെ 7 to ഞാൻ പറഞ്ഞല്ലോ, ഈ ടൈം പീരീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുട്ടീനെ സംബന്ധിച്ച്. സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് അല്ലെങ്കിൽ ബർത്ത് ടു 12 months എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം പീരീഡ് ആണ്. ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ.
ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. അക്ബർക്ക് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ്? നോൺ സോഷ്യലബിൾ ആണ്, ട്രൂ സ്മൈൽ ആണ് സോഷ്യലൈസേഷന്റെ ബിഗിനിങ്. ഒരു 3 മാസം 2 to 3 മാസത്തേക്ക് ആവുമ്പോഴേക്കും അവരെ ഇൻഫ്ലുവൻസ് പീപ്പിൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും, അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും, അമ്മയുടെ അൺപ്രസൻസിൽ അൺഹാപ്പി ആയിരിക്കും. ദെൻ 4 to 5 months ആവുമ്പോൾ അവര് പ്രത്യേകം ഒരു തോട്ടിൽ നിന്നൊക്കെ ഒരു പ്രത്യേക ആംഗ്രി വോയിസ് ഒക്കെ വരും. പിന്നെ സ്മൈലിംഗ് ഫേസ് ആൻഡ് ടു ബി ഫ്രണ്ട്ലി, ഒരു പരിചയമുള്ള ഒരു ചിരിയൊക്കെ തുടങ്ങും. പിന്നെ അവര് ഒരു 6 to 7 months ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നു. 8 to 9 months അവര് നമ്മൾ പറയുന്നത് എന്താണോ അത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടും നമ്മൾ എന്താണോ കാണിക്കുന്നത് അതേപോലെ തന്നെ ജസ്റ്റേഴ്സ് ഒക്കെ തിരിച്ചു കാണിക്കാനൊക്കെ അവര് തുടങ്ങും. ദെൻ 12 months ആവുമ്പോഴേക്കും ബേബി വാണിംഗ്സ് ലൈക്ക് നോനോ എന്നുള്ളതൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് നോക്കാം. മോറൽ ഡെവലപ്മെന്റ് ബിഗിൻ ഇൻ ദ സെക്കൻഡ് ഇയർ ഓഫ് ദ ലൈഫ്. ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആവുമ്പോഴേക്കാണ് ഈ മോറൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ എവറി ഡേ കണ്ടക്ട് വിത്ത് അറ്റാച്ച്മെന്റ് ഫിഗേഴ്സ് ഡ്യൂറിംഗ് ദ പ്രീ സ്കൂൾ ഇയേഴ്സ്. നമുക്കറിയാം പ്രീ സ്കൂൾ ഇയേഴ്സ് ഏത് ഏജ് ആണ്? ഏജ് 3 to 6 years ആണ് നമ്മൾ ഈ പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. Children continue to socialize to learn the value and behavior expected by their family. കുട്ടികള് സോഷ്യലൈസ് കുറെ കാര്യങ്ങൾ, വാല്യൂസും എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ പഠിച്ചു തുടങ്ങും. എവിടെയാണ് ഫസ്റ്റ് അവര് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്? അവർ ഫാമിലിയിൽ നിന്നാണ് അല്ലെ? എല്ലാ കാര്യങ്ങളും അവർ എവിടുന്നാണ് പഠിക്കുന്നത്? ഫാമിലിയിൽ നിന്നാണ് അല്ലെ? ഓക്കെ. Sharing, helping, playing together, amicably, and taking dispute with words and restarting implies are some of the behavior children learn from attentive parents and other adults during the preschool years. കുട്ടികൾ ഷെയറിംഗ് ഹാബിറ്റും ഹെൽപ്പിംഗ് ഹാബിറ്റും ഒരുമിച്ച് കളിക്കുന്നതും സംസാരിക്കുന്നതും ഡിസ്പ്യൂട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു, പുതിയ ഗെയിമുകൾ ഏർപ്പെടുന്നതും ഇതെല്ലാം എങ്ങനെയാണ്? അവരുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റമാണ്. ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഇത് ചിലപ്പോ അവരുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് അത് കണ്ടുപഠിക്കുന്നതായിരിക്കും, ഓർ അവരുടെ എൽഡർ വൺസ് മുതിർന്ന കുട്ടികളിൽ നിന്ന് കണ്ടുപഠിക്കുന്നതായിരിക്കും. ബൈ ദ എൻഡ് ഓഫ് ഇമ്പോർട്ടന്റ് ആൻഡ് ബിസി സോഷ്യൽ പീരീഡ്, ഈ ഒരു പീരീഡ് കഴിയുമ്പോൾ 3 to 6 years കഴിയുമ്പോൾ the children will have attained many important understanding that will serve them as they grow older and come across increasingly complex social situation in the course of middle childhood and adolescence. Then അവർ വലുതാവുന്നതനുസരിച്ച് ഇനി അടുത്ത സോഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻ വരുന്നത് ഏത് ടൈമിലാണ്? മിഡിൽ ചൈൽഡ്ഹുഡിലും പിന്നെ അഡോളസന്റ് ഏജിലേക്കാണ് പിന്നെ മാറുന്നത്, അവർക്ക് സോഷ്യലൈസേഷൻ വീണ്ടും സംഭവിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിനനുസരിച്ച് അവരിൽ സോഷ്യലൈസേഷൻ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ 3 to 6 years വരെയും പറഞ്ഞു. അറ്റ് ദ ഏജ് ഓഫ് 3 to 6 years കഴിഞ്ഞു, പ്രീ സ്കൂൾ ഇയേഴ്സ് കഴിഞ്ഞു, അവരിപ്പോ ഒരു 6 വയസ്സുള്ള കുട്ടി. The children are not yet fully civilized. ഫുള്ളി സിവിലൈസ്ഡ് ആയിട്ടുണ്ടാവും ഒരു 6 വയസ്സായ കുട്ടി. നമ്മുടെ സോഷ്യൽ സെറ്റിംഗ്സിന് ആപ്റ്റ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും, ഫുള്ളി സിവിലൈസ്ഡ് ആയിരിക്കും? നോട്ട്, അല്ല എന്നാ പറയുന്നത്. ബട്ട് എ കോർ ഓഫ് കൺസിഡറേഷൻ സെൽഫ് restraint can be seen in the children whose attachment in infancy have been safe. അവർക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, കുറച്ചും കൂടി അവരിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അവർ കുറെ കാര്യങ്ങള് സെൽഫ് റിസ്ട്രെയിന്റ്, ഓരോ കാര്യങ്ങൾ സ്വയമേ ചെയ്യാനും കുറച്ച് അറ്റാച്ച്മെന്റ് in infancy have been safe. The whose socialization during the pre-school years was given by warm and loving parents. അപ്പൊ ഈ ഒരു പീരീഡിൽ പ്രീ സ്കൂൾ ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ അല്ലെങ്കിൽ പ്രീ സ്കൂൾ ഇയേഴ്സിൽ കുട്ടികൾക്ക് സോഷ്യലൈസേഷന് വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നല്ല വാം ആയിട്ടുള്ള, നല്ല ലവിങ് ആയിട്ടുള്ള, നല്ല കെയറിംഗ് ആയിട്ടുള്ള പാരന്റ്സ് ആണ്. These are the parents who have high but considerable maturity expectation. നമ്മൾ ഓരോ ഏജിലും നമ്മൾ പാരന്റ്സ് കുട്ടികളിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. Who are consistent in setting limits, who are involved in their children but to observe them
and to play with and enjoy them. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കുട്ടികൾക്ക് സോഷ്യലൈസേഷൻ കുറച്ചുകൂടി ഇംപ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാരന്റ്സ് എന്ത് ചെയ്യണം? കുട്ടികളോടൊപ്പം ഒരുപാട് കാര്യങ്ങളിൽ പങ്കെടുക്കണം, അവരെ ഒബ്സർവ് ചെയ്യണം, അവരെ നിരീക്ഷിക്കണം, അവരോടൊപ്പം പ്ലേ ചെയ്യണം, കളിക്കണം, അവരോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യണം. Who explain the effects of children's behavior on others? എന്നാലാണ് നമുക്ക് കുട്ടികളുടെ ബിഹേവിയറിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. 1 minute കേട്ടോ. ഓക്കെ, നോക്കാട്ടാ. ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ എന്താണ്, കുട്ടികള് സിവിലൈസ്ഡ് ആയിരിക്കില്ല. നമ്മൾ കുട്ടികളോടൊപ്പം പാരന്റ്സ് കളിക്കുന്നതിലൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നു. നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, കുട്ടികളുടെ മെച്യൂരിറ്റി എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പാരന്റ്സിനെ പറ്റും. Who explain the effects of children's behavior on others? ചിൽഡ്രൻസിന്റെ ബിഹേവിയർ നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. Who concentrate more on teaching what to do rather than what not to do? നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പാരന്റ്സ് പറഞ്ഞു കൊടുക്കണം. കുട്ടികളോട് പാരന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. എന്നാലാണ് കുട്ടികൾ നല്ല രീതിയിൽ നല്ല കുട്ടികളായിട്ട് വളരുള്ളൂ. നമ്മളാണ് കുട്ടികളുടെ ഈ ഒരു ഇയേഴ്സിൽ, പ്രീ സ്കൂൾ ഇയേഴ്സിൽ 3 to 6 years നമ്മൾ കുട്ടികളോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആരാണ്? പാരന്റ്സ് ആണ്. കുട്ടികളുടെ സോഷ്യലൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് മെയിൻ ഫാക്ടർ ആയിട്ട് ആരാ ആക്ട് ചെയ്യുന്നത്? പാരന്റ്സ് ആണ്. കുട്ടികളുടെ ഷെയറിംഗ് ഹാബിറ്റും ഹെൽപ്പിംഗ് ഹാബിറ്റും ഒരുപാട് കാര്യങ്ങള്, ഡിസ്പ്യൂട്ട് ഷെയറിംഗ്, ഡിസ്പ്യൂട്ട് സെറ്റിംഗ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? നമ്മളാണ്. ഓക്കെ, അപ്പൊ പാരന്റ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ. കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് പാരന്റ്സ്. അതിൽ ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫാമിലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഇപ്പോ സൈസ് ഓഫ് ദ ഫാമിലി, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ, സൈസ് ഓഫ് ദ ഫാമിലി. ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കുമോ, ജോയിന്റ് ഫാമിലി ആയിരിക്കുമോ? ഏത് ഫാമിലിയിൽ വളരുന്ന കുട്ടികൾക്കായിരിക്കും സോഷ്യലൈസേഷൻ കൂടുതൽ? ന്യൂക്ലിയർ ഫാമിലിയിൽ വളർന്ന കുട്ടികൾക്കായിരിക്കും, ജോയിന്റ് ഫാമിലിയിൽ വളർന്ന കുട്ടികൾക്കായിരിക്കും സോഷ്യലൈസേഷൻ കൂടുതൽ? ജോയിന്റ് ഫാമിലി. അവർ കൂടുതലായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും, അക്യൂർ ചെയ്യാൻ തുടങ്ങും. ഷെയറിംഗ് ഹാബിറ്റ്, ഹെൽപ്പിംഗ് ഹാബിറ്റ് ഒക്കെ അവർക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇതൊന്ന് റീഡ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, നമ്മളിപ്പോ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാണെങ്കിൽ അത് എന്ത് ചെയ്യാ, നിങ്ങൾ ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കയറുമ്പോൾ എന്റെ മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, ചിലപ്പോൾ നമ്മൾ കൊടുത്തതിൽ മിസ്റ്റേക്ക് ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്നോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. മോക്ക് ടെസ്റ്റ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഈ 2 പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്തേ.
ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് സോഷ്യലൈസേഷൻ ആണ്. സോഷ്യലൈസേഷൻ അഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്. ഫസ്റ്റ് പറയുന്നത് ഫാമിലിയാണ്. ശരിയാണ്, ഒരു കുട്ടിയുടെ സോഷ്യലൈസേഷനിൽ അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റിലേക്ക് ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഫാക്ടർ എന്താണ്? ഫാമിലിയാണ്. ഫാമിലിയാണ് പ്രൈമറി ഏജൻസി ഫോർ സോഷ്യലൈസേഷൻ. ഒരു കുട്ടിയുടെ സോഷ്യലൈസേഷന്റെ പ്രൈമറി ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഫാമിലിയാണ്. ഇതേപോലെ തന്നെ ഫാമിലിയുടെ സൈസ്, പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, ഫാമിലി മെമ്പേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്, കുട്ടീനോടുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്, പിന്നെ അതേപോലെ തന്നെ ഫ്രിക്ഷൻ പാരന്റ്സ്, പാരന്റ്സ് തമ്മിലുള്ള വഴക്കുകള്, ബ്രേക്കിംഗ് ഓൺ സെപ്പറേഷൻ, പാരന്റ്സ് സെപ്പറേറ്റഡ് ആയിട്ടുള്ളവര് ഉള്ള ആ കുട്ടികൾ, പാരന്റ്സ് സെപ്പറേറ്റഡ് ആയിട്ട് താമസിക്കുന്ന പാരന്റ്സിന്റെ കുട്ടികൾക്ക്, ഡെത്ത്, ഡിവോഴ്സ്, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, ഇതെല്ലാം മിക്ക കാര്യങ്ങളും ഇമോഷണൽ സ്റ്റെബിലിറ്റി കുട്ടികളിൽ കൊണ്ടുവരാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞ ന്യൂക്ലിയർ ഫാമിലിയിലാണെങ്കിലും ഇതേപോലത്തെ ഷെയറിംഗ് ഹാബിറ്റ്സ് ഒന്നും അവർ പഠിക്കുന്നില്ല. അവർ ഒറ്റയ്ക്ക്, ഇപ്പോൾ അച്ഛനമ്മ, ഫാദർ, അച്ഛനമ്മയും മകനും മാത്രമേ ഉള്ളൂ. സോ അവരവിടെ ഷെയറിംഗ് ഹാബിറ്റോ ഹെൽത്തി ഹാബിറ്റ്സോ ഒന്നും പഠിക്കുന്നില്ല. സോ ഇതെല്ലാം കുട്ടികളെ ബാഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഫാമിലി വളരെ ഇമ്പോർട്ടന്റ്, കുട്ടിയുടെ സോഷ്യലൈസേഷനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഫാക്ടർ ആണ് എന്ത്? ഫാമിലി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പിയർ ഗ്രൂപ്പ്സ് ആണ്. പിയർ ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ കളിക്കൂട്ടുകാര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ സൊസൈറ്റി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മൾ ഫാമിലിയുടെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ചൈൽഡ് ഇൻട്രൊഡ്യൂസ് ആകുന്നത് എങ്ങനെയാണെങ്കിൽ പിയർ ഗ്രൂപ്പ്സ് വഴിയാണ്. ഡിഫറെന്റ് റിക്വയർമെന്റ്സ് ഉണ്ടാവും. കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുന്നു, അച്ചീവ്മെന്റ്സ് വരുന്നു. ഫെയിലിയർ ആയാൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അത് പഠിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ ഈ കുട്ടികളിൽ നിന്നാണ്, അല്ലെ? കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഇതേപോലത്തെ ഗെയിമുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. സ്വന്തം ഒപ്പീനിയൻ പറയാൻ, എക്സ്പ്രസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ കൂടെ ഒരാൾ നിൽക്കാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഭയങ്കര വാല്യൂ ആണ്. നമുക്ക് ഫ്രണ്ട്സ്, നമുക്ക് ഏതൊരു സാഹചര്യത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം, നമ്മൾ ഫ്രണ്ട്സിനോട് എങ്ങനെ പെരുമാറണം, അവരെങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പിയർ ഗ്രൂപ്പ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള പോർഷൻസ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് സോഷ്യലൈസേഷനും റോൾ ഓഫ് ദ ടീച്ചറും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോ നമ്മളെത്ര ആക്ടിവിറ്റീസ് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ക്ലാസ്സുകളിൽ? അസൈൻമെന്റ് തന്നിട്ടുണ്ടായി. അസൈൻമെന്റ് എന്തായിരുന്നു? അത് ഞാൻ വിട്ടുപോയി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുമ്പോഴേക്കും നിങ്ങൾ പ്രസന്റ് ചെയ്യണം കേട്ടോ. സോറി, മലാല യൂസഫ് സാറിനെ കുറിച്ചിട്ടല്ലായിരുന്നു ആയിരുന്നോ? അതെ സർ. സോറി കേട്ടോ, അത് ഞാൻ വിട്ടുപോയതാണ്. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് പ്രസന്റ് ചെയ്യിക്കാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുമ്പോ ഒരു സെമിനാർ അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം, സെമിനാർ അത് പ്രസന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ വേറെ ആക്ടിവിറ്റി ഒന്നും തന്നിട്ടില്ല. സാൻഡ് പേപ്പർ, ആൽഫബെറ്റ്സ്, ന്യൂമറിക്കൽ അങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നും തന്നിട്ടില്ലല്ലോ? നമ്പേഴ്സ് പിന്നെ തന്നിട്ടുണ്ട്. നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അത് കംപ്ലീറ്റ് ആക്കി എല്ലാവരും? നോ മാം, നമുക്ക് കുറച്ച് ടൈം വേണം. ഓക്കെ, അപ്പൊ എല്ലാവരും അത് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ഇപ്പൊ കയ്യിൽ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പ്രസന്റ് ചെയ്യാലോ അല്ലെ? ആരെ പ്രസന്റ് ചെയ്യുന്ന നമ്പേഴ്സ്? ലാസ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ഓൾറെഡി ചെയ്തിരുന്നു. സബ്മിറ്റ് ചെയ്തിന് മാം. സോറി, ആക്ച്വലി ഇത് സ്മോൾ ലെറ്റർ പറഞ്ഞിട്ടുണ്ടായത് ലാസ്റ്റ് മീൻസ് 2 weeks ബാക്ക്. ആൽഫബറ്റ്സ്, സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സ് പറഞ്ഞിട്ടുണ്ടായി മാം. നമ്മള്
നമ്മൾ ആദ്യം പ്ലാൻ പേപ്പറിൽ ആൽഫബറ്റ്സ് ക്യാപിറ്റൽ ലെറ്റർ ചെയ്തു, then ന്യൂമറിക്കൽസ് നമ്പേഴ്സ് ചെയ്തു, സ്മോൾ ലെറ്റർ ചെയ്തു. ഈ 3 ആക്ടിവിറ്റിയും ചെയ്ത് കഴിഞ്ഞല്ലോ, കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇനി ചാർട്ട് ആണ് ചെയ്യേണ്ടത്. ചാർട്ട് ഓക്കെ ചെയ്യാം, കാണാടാ കാണാട്ടോ, നന്നായിട്ടുണ്ട്. നമ്മൾ ഇനി ചാർട്ട് ആണ് ചെയ്യുന്നത്. ആൽഫബറ്റ്സിന്റെയും എ ഫോർ ആപ്പിൾ എന്നുള്ള രീതിയിൽ എ, അതേപോലെ തന്നെ സ്മോൾ ലെറ്റർ എ വരുന്ന എയും എഴുതാം, സ്മോൾ ലെറ്റർ എയും. ഒരു ആപ്പിളിന്റെ ഇമേജ് പേസ്റ്റ് ചെയ്യാം, then എന്ത് കൊടുക്കാം, ആപ്പിളിന് എഴുതാം. കുട്ടികൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആൽഫബറ്റ്സ് ഉള്ള ഒരു ചാർട്ട്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ആൽഫബറ്റ് ചാർട്ട് ഒന്നുകൂടെ പറയാം മാം. എടാ, ആൽഫബറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യാനാണ്. ഒരു മിനിറ്റ്. എഴുതാണോ വേണ്ടേ? സിംഗിൾ ചാർട്ടിൽ തന്നെ ആൽഫബറ്റ് ഫുള്ള് വരുന്ന തരത്തിലാണോ മാം? നോക്കി ആരാണ്? ഇതാണ് ഇതേപോലെ ആൽഫബറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കാണുന്നില്ലേ? എ ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും എന്താണ് ഒരു ഇമേജ്. ക്ലിയർ ആയോ എല്ലാവർക്കും? അത് ആൽഫബറ്റ് ചാർട്ട് കറക്റ്റ് മാം. സിംഗിൾ ചാർട്ട് ഇത് ചെയ്യേണ്ടതാ മാം. സിംഗിൾ ചാർട്ട് ചെയ്യണോ കേട്ടോ? ഇങ്ങനെ തന്നെ ഞമ്മന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതല്ല മാം. ഇവൻ എ അങ്ങനല്ല മാം. ലാസ്റ്റ് ടൈം അങ്ങനെ ക്വസ്റ്റ്യൻ കുറെ കൺഫ്യൂഷൻ. അപ്പോ എ സ്മോൾ ലെറ്റർ ബിഗ് ലെറ്റർ എഴുതിട്ട് ഡ്രോയിങ് വരച്ചിട്ട് അല്ല ഒട്ടിച്ചാലും മതിയോ ആപ്പിള്? അത് വരയ്ക്കാൻ കഴിവുള്ളവര് വരയ്ക്കാം, പേസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നവര് പേസ്റ്റ് ചെയ്തോ. കാരണം ഞാനൊക്കെ ആണെങ്കിൽ വരയ്ക്കില്ല, ഞാൻ പേസ്റ്റ് ചെയ്യുള്ളൂ. എനിക്ക് അങ്ങനെ കഴിവൊന്നുമില്ല. പക്ഷെ ചെറിയ കുട്ടികൾ നന്നായിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവര് എന്ത് ചെയ്യുക, വരച്ചെന്ന് ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് എത്ര മനോഹരമാക്കി ചെയ്യാൻ പറ്റുമോ അത്രയും നന്നാക്കി ചെയ്യുക. പിന്നെ എന്താണ് നമുക്ക് നമ്പർ കാണിച്ചോട്ടെ. ഡ്രോയിങ് അങ്ങനെ ചെയ്യണോ? എ ഫോർ ആപ്പിൾ അങ്ങനെ തന്നെ ചെയ്യണോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? എ ഫോർ ആപ്പിൾ തന്നെ ആവണമെന്നില്ല. എ ഫോർ ആൻഡിനെ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ആൻഡിനെ വരച്ചോ. ഓക്കെ മിസ്. എല്ലാ ആൽഫബറ്റിക്കിലും അതിൻ്റെതായിട്ടല്ല വരയ്ക്കണം അല്ലേ? അജിത, ക്യാമറ ഓൺ ആക്കുമ്പോ ടോപ്പിലായിട്ടാണ് അത് റൊട്ടേഷൻ കൊടുക്കണേ കേട്ടാ. മാം ഇത് എപ്പോഴാണ് പ്രസന്റ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് വീക്ക് കുഴപ്പമുണ്ടാവും. നെക്സ്റ്റ് തേഴ്സ്ഡേ. നെക്സ്റ്റ് വീക്കിലത്തേക്ക് ആവില്ല മാം. നെക്സ്റ്റ് തേഴ്സ്ഡേ കേട്ടോ. നെക്സ്റ്റ് വീക്കിലേക്ക് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ അടുത്ത വീക്ക് പറ്റും. ഓക്കെ മതി, നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ. നെക്സ്റ്റ് വീക്കിലേക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് തന്നെ പ്രസന്റ് ചെയ്യാം കേട്ടാ. ഓക്കെ.
അങ്കിത ഇതൊക്കെ ചെയ്യാട്ടോ. സാൻഡ് പേപ്പർ ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും, പക്ഷെ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാലോ അല്ലേ? ഓക്കെ മാം, നോ പ്രോബ്ലം, ഇത് ചെയ്യാം. ബട്ട് 1 വീക്ക് അതന്നെ ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, എന്നാൽ 2 വീക്ക് തരട്ടെ എല്ലാവർക്കും. 1 വീക്ക്. അതെ മാം, എല്ലാവർക്കും 2 വീക്ക് തരുന്നത് ബെറ്റർ മാം. ഓക്കെ, ഡേ ഞാൻ പറഞ്ഞേക്കാം. ജൂൺ 2nd വീക്ക് കേട്ടോ. ഓക്കെ അല്ലേ? ജൂൺ 12th കംപ്ലീറ്റ് ആക്കേണ്ടത് ജൂൺ 12th കംപ്ലീറ്റ് ആക്കണം, പ്രസന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ആക്ടിവിറ്റി ക്ലിയർ ആയെന്ന് തോന്നുന്നു. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാ മാം, പറഞ്ഞോട്ടെ. പറഞ്ഞോടാം. Good afternoon, ma'am. As we come to the end of today's class session, I would like to thank you for your guidance and support throughout the lesson. Today, we learn about the role of a teacher in the emotional development of a child and the stages of social development during infancy, then about the factors that affect socialization. Aparna ma'am explained it very well using examples. Thank you, ma'am, for a great class session. We are looking forward to the next one. Thank you all. Thank you all. Thank you, ma'am. Thank you, ma'am.